ഡേ 10ലേക്ക് ഏവർക്കും സ്വാഗതം. വാഗൺ ദുരന്തത്തിൽ 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണപ്പെട്ടു. ടോട്ടലി 90 പേര് പോയിട്ടുണ്ടായിരുന്നു. ആ വാഗണിൽ 61 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതാണ് വാഗൺ ദുരന്തം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം നടന്ന വർഷം 1929 തിരുവിതാംകൂറിൽ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം നടന്ന വർഷം. അഖിലേന്ത്യാ തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി ആരുടെ നേതൃത്വത്തിലാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്തു വെച്ചേക്കാം, നിവർത്തന പ്രക്ഷോഭം ഏത് സമിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതൃത്വത്തിലാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. അത് സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, ടി എം വർഗീസ്. സി കേശവൻ, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, ടി എം വർഗീസ്. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942 കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് 1942. പൂക്കോട്ടൂർ യുദ്ധത്തിൽ എത്ര കലാപകാരികൾ പങ്കെടുത്തു? 3000 കലാപകാരികൾ ആണ് പൂക്കോട്ടൂർ യുദ്ധത്തിൽ പങ്കെടുത്തത്. പൂക്കോട്ടൂർ യുദ്ധം അടിച്ചമർത്താൻ വേണ്ടി അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ആരാണ് കൂടുതൽ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്? തോമസ് ആണ്. ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന തോമസ് ആണ് മദ്രാസ് സർക്കാരിനോട് കൂടുതൽ സൈനിക സഹായം ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് ഏത് യുദ്ധക്കപ്പലാണ് കോഴിക്കോട് തുറമുഖത്ത് പൂക്കോട്ടൂർ യുദ്ധവുമായിട്ട് എത്തിച്ചേർന്നത്? തോമസ് അല്ല, കോമസ് എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ് കോഴിക്കോട് തുറമുഖത്ത് പൂക്കോട്ട് യുദ്ധവുമായിട്ട് എത്തിച്ചേർന്നത്. മലയാളി എന്ന സ്വത്വബോധം, മലയാള ഭാഷ എന്നിവയാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്ന പ്രദേശം കേരളമായി രൂപപ്പെടുന്നതിന് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ അതായത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ കേരളമായിട്ട് രൂപപ്പെടാൻ വഴിതെളിച്ച പ്രധാനപ്പെട്ട ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മലയാളി എന്ന സ്വത്വബോധവും മലയാള ഭാഷയുമാണ്. മലയാളി എന്ന സ്വത്വബോധവും മലയാള ഭാഷയുമാണ്. ഇനിയും അഖില കേരള പ്രവിശ്യാ സമ്മേളനം 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എവിടെ വെച്ചാണ് നടന്നത്? ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അഖില കേരള പ്രവിശ്യാ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ച്. മലയാളി മെമ്മോറിയൽ ഈ 1891 മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കേരളം രൂപീകരിക്കാൻ കാരണമായിട്ടുണ്ടോ? യെസ്. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം കേരളം രൂപീകരിക്കാൻ കാരണമായി എന്ന് ചോദിച്ചാലും അതും എസ് തന്നെയാണ്. അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ്? 14-ാം നൂറ്റാണ്ടിലാണ്. ഏതാണ് വ്യാകരണ ഗ്രന്ഥം? ലീലാതിലകം. അപ്പം കേരളം രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള വ്യാകരണ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഏത് പറയണം? ലീലാതിലകം എന്ന് പറയണം. കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1921 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന 2 സമരങ്ങളുണ്ട്. നോർമലി നമ്മൾ 46 പുന്നപ്ര വയലാർ സമരമാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ 1941 കയ്യൂർ സമരവും കൂടെ ഓർത്തു വെച്ചേക്കണം. 1941 കയ്യൂർ സമരവും 1946 പുന്നപ്ര വയലാർ സമരവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഭാഗങ്ങളാണ് പങ്കെടുത്തത്? ആലപ്പുഴ നഗരത്തിലെ വ്യാവസായിക തൊഴിലാളികൾ, പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ, വയലാറിലെ കുടിയാന്മാർ എന്നിവയാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട്. ആലപ്പുഴയിലെയും പുന്നപ്രയിലെയും വയലാറിലെ കുടിയാന്മാർ, പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ, ആലപ്പുഴയിലെ വ്യാവസായിക തൊഴിലാളികൾ, ഈ 3 കാറ്റഗറി കൂടെ ചേർന്നിട്ടാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മൾക്ക് ഇത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്